അടിപൊളി എന്ന് വെച്ചാൽ മോഹൻലാൽ വരുമെന്ന് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ മോഹൻലാലിൻ്റെത് എൻട്രി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതല്ലാതെ ഒരു എൻട്രി ഉണ്ട് എനിക്കൊന്ന് മറ്റേ നമ്മളെ ആനിമലിൽ നമ്മളെ രൺബീറിൻ്റെ ഒരു സെക്കൻഡ് ഇതുണ്ടല്ലോ, അതുപോലത്തെ ഒരു എൻട്രി ഉണ്ട്. അത് വിഷയം, അതും കൂടെ ആകുമ്പോഴത്തേക്ക് വിഷയം ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു ലോ ആയ പോയാലൊന്നേക്കും. പക്ഷെ ആ രണ്ടുപേരും കൂടെ എൻട്രി ചെയ്ത് കഴിയുമ്പോഴല്ലോ അത് വിഷയം തൂക്കി പടം കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത പടം. ട്വിസ്റ്റൊക്കെ വേറെ ലെവൽ ട്വിസ്റ്റാണ് പടം കാണാൻ. ഇത് ബ്ലോക്ക് ബസ്റ്ററാണ് പടം, കിടിലം പടമാണ്. കത്തിക്കോന്ന ഇപ്പൊ തന്നെ കത്തിച്ച്, ഇനി കത്തിച്ച തിയേറ്റർ കാണും. സൂപ്പർ 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 അടിപൊളി അടിപൊളി അടിപൊളി. ഓണം തൂക്കി 100 ഇരട്ടി പവർഫുൾ ആയിട്ട് തിരിച്ചു വന്നു. ലാലേട്ടൻ വന്നു, അതുപോലെ ക്യാമിയോ റോളിൽ വേറൊരു ആൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പടം 100% ഓണം തൂക്കി, 100 കോടി തൂക്കും. ഓണം തൂക്കി മോനെ. ഒരു വേറെ പടങ്ങൾ നോക്കണ്ട. ഓണമെന്ന് മാത്രമല്ല, ഇനി അടുത്ത കാലങ്ങളിൽ വേറെ പടങ്ങൾ തൂക്കണ്ട. ഇത് തന്നെയാണ് പടം, 100% പടം. തിയേറ്റർ എന്റെ പോലും എന്ത് ആൾക്കാർ ഇരുന്നിട്ട് കാണിച്ചു. ലാലേട്ടൻ്റെ ഒരു വരക്കമുണ്ട് ലാസ്റ്റില്. പറയാം എല്ലാം മൊത്തം കൊണ്ട് 100% മോനെ. സൂപ്പർ പടം, സൂപ്പർ. നല്ല പടം നല്ല പടം. ലൂസിഫർ കി ജയ്. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ കുറച്ച് ആ ഫാമിലി ബേസ്ഡ് റിവെഞ്ച് ടൈപ്പ് ഒരു പടമാണ്. ഫുള്ളി ചുമ്മാ ഗാങ്സ്റ്റർ അടിപൊളികളാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് വമ്പൻ സാധനം. പടം അടിപൊളി. നമ്മൾ എംപുരാൻ എന്തിനാണ് പ്രതീക്ഷ ഭയങ്കര ഓവർ ഹൈപ്പിൽ വന്നില്ലേ, ആ സാധനം നമുക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതില് കംബാക്ക് എന്ന് പറഞ്ഞാൽ വൈശാഖിന്റെ കംബാക്കാണ്. ഡയറക്ടർ വൈശാഖിന്റെ കംബാക്കാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ താങ്ക് യു പറയാണ്. രാജുവേട്ടനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഒരു ആക്ഷൻ പാക്ക് ആയിട്ടുള്ളൊരു പടം. അതായത് രാജുവേട്ടൻ ഏത് ഫ്രെയിമിൽ നോക്കിയാലും ഈസ് ലുക്കിംഗ് സോ ഹാൻസം, ഇറ്റ്സ് അമേസിങ്. പുള്ളിക്കാരനെ ഈ പടത്തിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷനും ഡെഡിക്കേഷനൊക്കെ നല്ലൊരു റിസൾട്ട് എന്നാൽ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. പടം അത്യാവശ്യം കുഴപ്പമില്ല ബ്രോ. സ്റ്റോറി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അങ്ങനെ പുതുമുള്ള കഥയൊന്നുമില്ല, സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രെയിലറിലൊക്കെ കണ്ട ഏകദേശം ഒരു പോലത്തെ പടങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ഒരു ക്യാമിയോ, അത് പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിലൊക്കെ പറയണല്ലോ, കയ്യടി കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം കിഴിഞ്ഞ ക്യാമിയോ. അവസാനത്തെ ഒരു 20 മിനിറ്റ് അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ക്യാമിയോയും കൂടെ ഉണ്ട് ഇതിൽ, അത് അത്യാവശ്യം കിടിലായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പടം. സ്റ്റോറി പിന്നെ വലിയ പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ എന്താ പറയുക, ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിടിലായിരുന്നു. മ്യൂസിക് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ലൊരു പടം, സൂപ്പർ പടം. ഇപ്പം എന്തായാലും ഓണത്തിന് വേണ്ടി പറ്റിയൊരു പടം. ഒരു അലിഗേഷൻ ഇല്ല, നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. ലാലേട്ടനും കൊള്ളാം, പൃഥ്വിരാജും കൊള്ളാം, അഭിനയിച്ച എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ. ഈ ഓണം തൂക്കി, 2 പടം തൂക്കി. തുടക്കമുണ്ട്, ഇത് കാലിപ്പോ തൂക്കി. അടിപൊളി, ഒരു രക്ഷയില്ല. ഓക്കെ, പടം പൊളിച്ച് സീൻ ഒന്നും പറയില്ലടാ. എന്താ പറയുന്നത്, എക്സൈറ്റ്മെന്റ് ഒന്നും പറയും. ഇങ്ങനെ മലയാളം സിനിമയുടെ ആ ഒരു ഗ്രാഫ് മാറുന്ന രീതി. രാജുവേട്ടൻ ട്രെയിലർ കാണാൻ ചരിത്രത്തിൽ ആദ്യം എന്നോട് സിനിമ കാണാൻ പറഞ്ഞു. ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. ലിറ്ററലി പടം തൂക്കി. ക്യാമിയോസ് ഒരുപാട് സ്പോയിലേഴ്സ് ആവും. ക്ലൈമാക്സ് ഇടാ എന്താ പറയുന്നത്, സൗണ്ട് ഇല്ല. ഓണം തൂക്കും. ഖലീഫ കിടിലം, ലാലേട്ടൻ തൂക്കി. അതിനകത്ത് ഒറ്റ ഡൗട്ടേ ഉള്ളൂ, ആ ഒരൊറ്റ പേരിൽ മാമ്പ്രക്കൽ അഹമ്മദ് ഹാജിയെ ആദ്യം മുതലേ വെയിറ്റ് ചെയ്യുന്നു. ആ പേരിലൂടെ പടം നീങ്ങുന്നു. ക്ലൈമാക്സിൽ എൻ്റെ അമ്മോ ജയിലറിനേക്കാൾ കിടിലം ക്ലൈമിയോ, അന്യായ ക്യാമിയോ. ലാലേട്ടനെ കണ്ട ആ നിമിഷം മുതൽ പടത്തിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരും ലാലേട്ടൻ വന്നതിന് ശേഷം തിരികെ പൂരപ്പറമ്പാണ്, സംശയമൊന്നുമില്ല. നല്ലൊരു ഓണസദ്യയിൽ കിടിലം ബബ്ബറാണ് നമ്മളെ ലാലേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. കിടിലം സദ്യ കഴിച്ചതിന് ശേഷം ഒരു കിടിലം പാൽപ്പായസം, പക്ക ക്യാമിയോ റോൾ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത 2 ക്യാമിയോൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതും അന്യായം. അവരെ നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പറയത്തില്ല. കിടിലം റോള്. പടം നല്ല രീതിയിൽ കിടിലായിട്ട് കൊളുത്തിയിട്ടുണ്ട്. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പടം കണ്ടില്ലെങ്കിലും അതേ പറയത്തുള്ളൂ. ഓക്കെ, ഉത്സവ പറമ്പിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയണമെന്ന് പറയുമെങ്കിൽ അതിനു വേണ്ടി മാത്രം വരുന്നതാണ്. അണ്ണാ കിടിലം ഓണം ബമ്പർ. അത് ലാലേട്ടൻ ക്ലൈമാക്സിലൂടെ നിങ്ങൾക്ക് സദ്യയായിട്ട് ഒരു നല്ല സദ്യ കഴിച്ചതിന് ശേഷം കിടിലം ഒരു പായസം ലാലേട്ടൻ്റെ വക. അത് കൂടുതൽ എപ്പോഴും നമുക്ക് 100% ഒരു സിനിമയെക്കുറിച്ച് ആരും പറയില്ല. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചും അതിലൊരു 10% മോശവും 90% കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ സിനിമ വിജയിക്കും. കാരണം എപ്പോഴും നെഗറ്റീവ് ഏത് നല്ല സിനിമകൾ പരിശോധിച്ച് നോക്കിയാലും ശരി തന്നെയാണ്, അതിനെക്കുറിച്ച് മോശം റിപ്പോർട്ട് പറയാൻ വേണ്ടി ഒരു ചെറിയൊരു വിഭാഗം ഉണ്ടാകും. അതിന് നമ്മൾ കണക്കാക്കണം. നമ്മൾ ഭൂരിപക്ഷമാണ് നോക്കേണ്ടത്. ഭൂരിപക്ഷം ജനങ്ങൾ ഈ സിനിമ ഏറ്റെടുക്കും. ഓണത്തിന് ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമ അതിഗംഭീരമായി ഏറ്റവും വലിയ നമ്പർ 1 കളക്ഷനായി മാറുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഉറങ്ങിക്കിടന്ന ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. നമ്മൾ മറ്റു സിനിമകൾ കാണും പോലെയാണ്.
നമ്മളെ KGF-ഉം ബാഹുബലി പോലെയുള്ള സിനിമ പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് ചെയ്യാൻ കഴിയും. മലയാള സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് എല്ലാ കഥാപാത്രങ്ങളും അതിശക്തമായുള്ള കഥാപാത്രങ്ങൾ പൃഥ്വിരാജിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നിരിക്കുന്നത്. ഉറപ്പ് തന്നെയാണ് ഈ സിനിമ. ആക്ഷൻ ഇടിവെട്ട ആക്ഷനാണ്. മലയാള സിനിമയിൽ ഇത്രയും ഗംഭീരമായ ആക്ഷൻ ഇടക്കാലത്തൊന്നും ഒരു കണ്ടിട്ടില്ല. അത്രയും ഗംഭീരമായ ആക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ബാഹുബലി പോലെയുള്ള മറ്റ് മലയാള സിനിമയിൽ നിന്നും മറ്റ് ഭാഷയിലേക്ക് പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, പടം ക്ലൈമാക്സ് എത്തുമ്പോൾ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു പടം. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ലാലേട്ടൻ ക്യാമി എത്തുന്നതോടെ പടം അങ്ങോട്ട് പീക്കായി കത്തിച്ചിരിക്കും. രണ്ടുപേരുടെ ക്യാമി അടിപൊളിയായിരുന്നു. അതുവരെയും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ അഭിപ്രായം ഒറ്റ വാക്കി പറഞ്ഞാൽ സ്ഥിരം കണ്ട ക്ലീശ കഥയാണ്. പടത്തിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത മേക്കിംഗ്, ആക്ഷൻ സീൻസ്, BGM അടിപൊളിയാണ്. പിന്നെ വിക്രം സിനിമയിൽ കണ്ട ആ ഒരു സെയിം ഇത് തന്നെ. ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് അവിടെ വന്ന് റോൾക്സ് പൊളിച്ചതുപോലെ ഇതിൽ ലാലേട്ടൻ വന്ന് മുഹമ്മദ് അലി പൊളിച്ചു. അത് അത്രയേ ഉള്ളൂ. ലാലേട്ടന് വേണ്ടി വന്നിരുന്ന പടം കാണാം. ഞാൻ നമ്മളെല്ലാവരും ലാലേട്ടനെ ഓണത്തിന് കാണാനുള്ളൊരാഗ്രഹത്തിൻ്റെ ഒരു പൂതിക്ക് പുറത്ത് വന്നതാണ്. അതിൻ്റെ മാക്സിമത്തിനും അവസാനത്തെ 5 മിനിറ്റ്, അതായത് ഒരു എബോ ആവറേജ് സ്ക്രിപ്റ്റിൽ നിന്ന പടത്തിന് എങ്ങനെ എലവേറ്റ് ചെയ്യുക, ലാലേട്ടനെ കൊണ്ടുവന്ന് അത്രയും രീതിക്ക് എലവേറ്റ് ചെയ്ത് കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു പക്ക ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ സംരംഭത്തിലെ തന്നെ കണ്ടില്ലേ, അവസാനത്തെ 8 മിനിറ്റ് കൊണ്ട് ലാലേട്ടൻ തൂക്കിയതാണ്. അപ്പോൾ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ പറഞ്ഞ എല്ലാ പടങ്ങളും ആരിനി എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ലാലേട്ടൻ്റെ ഒരു തൂക്കിഫൈഡ് മൊമെൻ്റ് ആയിരിക്കും. അത് കിട്ടി ഓണത്തിന്, അത് മതി. ഓണത്തിന് ലാലേട്ടൻ്റെ അത്രയും രീതിയിൽ ലാലേട്ടൻ അത്രയും വൗ ഫാക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ പടമാണ്. മൂവി വലിയ ഹൈപ്പ് കൊടുത്ത് കാണേണ്ട അത്ര ഇല്ല. മൂവി ഒരു സ്റ്റോറി ഇല്ലാത്ത പോലെയാണ് ഫീൽ ആയത്. പൃഥ്വിരാജിൻ്റെ ഫൈറ്റും ലുക്ക് അടിപൊളിയാണ്. അൻവർ മൂവിയുടെ സെയിം ഒരു ആ ഒരു ലുക്കൊക്കെ തരുന്നുണ്ട്. പക്ഷെ അല്ലാതെ സ്റ്റോറി ഉള്ളതുപോലെ തോന്നിയില്ല. ലാലേട്ടൻ അടിച്ചു പൊളിച്ചു. ഫൈറ്റ്, BGM അതെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇത് വേറൊരു കുറേ മൂവീസിൻ്റെ സ്മൂഫ് എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിട്ടതുപോലൊരു ഫീൽ വന്നു. എല്ലാത്തിലും ഉള്ള ഒരു ഗോൾ സ്മഗ്ലിങ്, അത്രേ ഉള്ളൂ കഥ. അല്ലാതെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞൊന്നും കാണേണ്ട ആവശ്യമില്ല. ഒട്ടും സ്റ്റോറി ഇല്ല, ജസ്റ്റ് ഒരു സ്മഗ്ലിങ്, അത്രേ ഉള്ളൂ. ഒരു ഫാമിലിയുടെ ഒരു കഥയും പിന്നെ അതിനാണ് വേറെ ഒരു എതിർ ടീം, രണ്ടുപേരും ഒരു സ്മഗ്ലിങ് ആ ഒരു ലൈനിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിനൊക്കെ പിന്നെ ഒരു ഇമോഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനും കുറച്ചൊരു കഥ അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഹാഫ് വളരെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലുടനീളം നമ്മുടെ മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന ആ ഒരു കഥാപാത്രത്തിന് കൊടൂര ഹൈപ്പാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രം എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഒരു ടിപ്പിക്കൽ സംഭവത്തിലേക്കാണ് പോയത്. പിന്നെ നമ്മളൊരു ടിപ്പിക്കൽ തെലുങ്ക് പടം മോഡലിലേക്ക് കയറി ആ ഒരു റിവെഞ്ച് ഡ്രാമ എല്ലാം ഒരു ഇതിലേക്ക് പോയി. പിന്നെ അവസാനം പ്രത്യേകിച്ചൊരു ക്യാമിയോ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ അവരുടെ വ്യക്തമായിട്ട് അഭിപ്രായം. പക്ഷേ എനിക്കൊരു അവസാനം ഒരു സന്തൂർ മുത്തശ്ശനായിട്ട് നമ്മുടെ ആമ്രക്കൽ അഹമ്മദ് അലി വന്നതായിട്ടാണ് തോന്നിയത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് സ്റ്റോറി കാണിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു എന്താ പറയുക, അതിൻ്റെ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാമായിരുന്നു തോന്നി. ഇതൊരു ടിപ്പിക്കൽ സംഭവം, അവസാനം വരുന്നു പോകുന്നു, അങ്ങനത്തെ രീതിയിൽ ആയിട്ടാണ് തോന്നിയത്. മൊത്തത്തിലൊരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്.